ഇവിടെയാണ് ക്യാമറ, ഇവിടെയാണ് നോക്കി സംസാരിക്കേണ്ടത്. പക്ഷെ എനിക്ക് ഫോക്കസ് കിട്ടാത്തതുകൊണ്ട് ഞാൻ ഇവിടെ നോക്കും. ഹേ ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. സോ കുറച്ചധികം നാളിന് ശേഷമായിരിക്കും നമ്മൾ കാണുന്നത്. കുറച്ചധികം നാളെന്ന് പറയുമ്പോൾ അറൌണ്ട് ഒരു 3 months. സോ നമ്മുടെ ലാസ്റ്റ് വീഡിയോ നമ്മൾ ഇടുന്നത് നമ്മുടെ ഇൻട്രൊഡക്ഷൻ ആയിരുന്നു, അതായത് എന്റെ ഫസ്റ്റ് വ്ലോഗ്. സോ ആ ഒരു സമയത്ത് എനിക്ക് അത്യാവശ്യം നല്ല റിവ്യൂസ് കിട്ടിയിട്ടുണ്ടായിരുന്നു. സോ കോമന്റ്സിൽ പേഴ്സണലി ഒക്കെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിച്ച എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. സോ വി ആർ ബാക്ക് അഗെയിൻ വിത്ത് അനദർ ഗെറ്റ് റെഡി വിത്ത് മീ. സോ ഇന്ന് നമ്മൾ ഗെറ്റ് റെഡി വിത്ത് മീ ചെയ്യുന്നത് ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു ഷൂട്ടിന് വേണ്ടിയിട്ടാണ്. അതെന്ന് പറയുമ്പോൾ നിങ്ങൾ ഷോക്കൊന്നും ആവണ്ട, ചെറിയ റീൽ എടുക്കാൻ വേണ്ടിയിട്ടാണ്. ഒന്ന് ഷോക്കായി ഷോക്കോ ഞാനങ്ങോട്ട് ഇല്ലാണ്ടായി പോനെ. സോ നമ്മുടെ സ്റ്റെപ്പ് 1 എന്ന് പറയുന്നത് സ്കിൻ പ്രെപ്പ് ആണ്. മേക്കപ്പിന് മുമ്പ് വളരെ ഇമ്പോർട്ടന്റ് ആണ് സ്കിൻ പ്രെപ്പ്, ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് പണി കിട്ടും. അപ്പൊ ആദ്യം ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു മോയ്സ്ചറൈസർ ആണ്. ഇതാണ് ആ മോയ്സ്ചറൈസർ. അപ്പൊ ആദ്യം തന്നെ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യാം. ഇത് ഡോട്ട് ആൻഡ് കീയുടെ മോയ്സ്ചറൈസർ ആണ്. സോ അതിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ട്, ഇതിൽ ഫേസിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടി. സോ കുറച്ച് മതിയോ? ഇനി ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു സൺസ്ക്രീൻ ആണ്. സൺസ്ക്രീൻ എന്തുകൊണ്ട് ഞാൻ സ്കിൻ പ്രെപ്പിന് ഇപ്പൊ വീട്ടിനകത്ത് ഇരിക്കുമ്പോഴെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പൊതുവെ ഞാൻ സ്കിൻ പ്രെപ്പ് ചെയ്യുമ്പോൾ സൺസ്ക്രീൻ ഇടാറുണ്ട്. സോ ആ ഒരു ശീലം ഞാൻ മാറ്റുന്നില്ല, നമുക്ക് സൺസ്ക്രീൻ ഇടാം. ഇതിപ്പോ ഞാൻ വീട്ടിലാണ് ഇങ്ങനെ ഇടുന്നത്, പുറത്ത് പോകുമ്പോൾ ഇങ്ങനെയല്ല ഇടുന്നത്. പുറത്ത് പോകുമ്പോൾ നമ്മള് സൺസ്ക്രീൻ ഒന്നും നമ്മൾ പിശിക്കരുത്. ഞാൻ നന്നായിട്ട് പിശിക്കുന്ന കൂട്ടത്തിലാണ്. അപ്പൊ അത് പിശിക്കരുത്, ഒരു പണി കിട്ടും. എന്നിട്ട് പിശിക്കാതെ നിങ്ങൾ സൺസ്ക്രീൻ കംപ്ലീറ്റ് ആയിട്ട് നന്നായിട്ട് അപ്ലൈ ചെയ്യാം. ഞാൻ പിന്നെ ജസ്റ്റ് ഇവിടെ വീട്ടിലാണല്ലോ, അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ അപ്ലൈ ചെയ്യുന്നത്. എന്നെ കണ്ടാലും അത് പുറത്ത് പോകുമ്പോൾ അനുകരിക്കാൻ നിൽക്കരുത്. ഇപ്പൊ തന്നെ ഏകദേശം ഫേസ് നല്ല ഒരു മോയ്സ്ചറൈസർ ആയിട്ടുണ്ട്. പിന്നെ ഇനി ഞാൻ യൂസ് ചെയ്യുന്ന ഒരു പ്രൈമർ ആണ്. തുറക്കാൻ പറ്റുന്നില്ല. അപ്പൊ നമ്മുടെ സ്കിൻ പ്രെപ്പ് ഏകദേശം കഴിഞ്ഞു. ഇനി നമുക്ക് ചെയ്യേണ്ടത് ചെറിയ മേക്കപ്പ്, വളരെ ചെറിയ മേക്കപ്പ്. അപ്പൊ അതിനായിട്ട് ആദ്യം നമ്മൾ യൂസ് ചെയ്യേണ്ടത് കളർ കറക്ടർ ആണ്. അതിന്റെ ഡാർക്ക് സർക്കിൾസോ അതുപോലെ എന്തെങ്കിലുമൊക്കെ മാർക്സോ കാര്യങ്ങളൊക്കെ ഫേസിൽ ഉണ്ടെങ്കിൽ കൺസീലിംഗ് ചെയ്യുന്നതിന് മുന്നേ ഒരു കളർ കറക്ടർ യൂസ് ചെയ്താൽ ബെറ്റർ ആയിരിക്കും. എനിക്കിവിടെ അത്യാവശ്യം നല്ല ഡാർക്ക് സർക്കിൾ ഉണ്ട്. കാര്യം ഉറക്കവും ഞാനും രണ്ട് തലത്തിലുള്ള ആൾക്കാരാണ്, നിങ്ങൾ ഒരിക്കലും ചേരത്തില്ല. എന്റെ തമാശകളായിട്ട് ഞാൻ തന്നെ ചിരിക്കുന്നത് വെരി ഫണ്ണി. അടുത്തത് എന്റെ വൺ ഓഫ് ദ ഫേവറേറ്റ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആണ്. ഞാൻ എവിടെ പോയാലും കൊണ്ടുപോകുന്ന, ഞാൻ എവിടെ പോയാലും യൂസ് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റ് ആണിത്. ഇതൊരു ഹൈലൈറ്റർ ആണ്. ആൻഡ് ഇത് നമ്മുടെ ഫേസിലെ ഹൈ ഏരിയാസിൽ, അതായത് നമ്മുടെ ഈ ചീക്കില്, പിന്നെ നോസ്, ചിൻ, പിന്നെ അതായത് നമ്മുടെ ഫോർഹെഡ്, അതായത് ലൈറ്റ് റിഫ്ലക്ട് ചെയ്യുന്ന ഏരിയാസിലെല്ലാം ഹൈ പോയിന്റ്സിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് ബ്ലെൻഡ് ചെയ്യുക. തിളങ്ങി നിൽക്കും. നമ്മുടെ ഉള്ളിൽ നിന്നൊക്കെ തിളക്കം വരുന്നത് ആയിട്ട് മറ്റുള്ളവർക്ക് തോന്നും. സോ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഹൈലൈറ്റ് ഇടുന്നത്. ഓക്കെ, അപ്പൊ ഇനി നമ്മൾ ഒരു ഇമ്പോർട്ടന്റ് പാർട്ടിലേക്കാണ് പോകുന്നത്. അതാണ് നമ്മുടെ ഐ മേക്കപ്പ്, കണ്ണെഴുതുക. എന്നെ ഏറ്റവും കൂടുതൽ ടെൻഷൻ അടിപ്പിക്കുന്ന ഒരു കാര്യമാണ് ഈ കണ്ണെഴുതുന്ന പരിപാടി. കാര്യം അങ്ങോട്ടോ ഇങ്ങോട്ടോ പോയാൽ കാര്യം ഐഷാഡോ ഒന്നും ഞാൻ വലിയ കാര്യമായിട്ടൊന്നും അപ്ലൈ ചെയ്യുന്നില്ല. ഞാനൊരു ബ്രൗൺ ഐഷാഡോ എടുത്തിട്ട് കാജൽ വരയ്ക്കണം. ഞാൻ മാക്സിമം ഈ വായ തുറക്കാതിരിക്കാൻ ശ്രമിക്കുകയാണ്. കാര്യം കണ്ണെഴുതുമ്പോൾ ഈ വായ ഇത് തുറന്ന് വെക്കുന്ന ഒരു ശീലമുണ്ട്. അതിങ്ങനെ മോസ്റ്റ് ഓഫ് ദ ഉണ്ടാവും. അത് ഞാൻ ശ്രമിക്കാം, പറ്റിപ്പോയാൽ അറിയില്ല. ഓക്കെ, ഡൺ. അപ്പൊ നമ്മൾ ഓൾ സെറ്റ്. ഇതാണ് നമ്മുടെ ഒരു പാളിപ്പോയ ഗെറ്റ് റെഡി വിത്ത് മീ. പക്ഷേ കുഴപ്പമില്ലായിരുന്നു എന്ന് തോന്നുന്നു. അടുത്ത പ്രാവശ്യമല്ലേ നമ്മൾ ശരിയാക്കും. സോ ഐ ഹോപ്പ് യു എൻജോയ്ഡ് ദിസ് വീഡിയോ. ഇഷ്ടമെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക ആൻഡ് സപ്പോർട്ട് ചെയ്യുക. സോ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. See you. ഞാൻ പോകുന്നു. ബൈ ബൈ.